ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം തിരുവചനം. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ തിരുവചനം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളേറെ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകി നമ്മുടെ കൂടെ ആയിരിക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി അവരുടെ ജീവിതാനുഭവം എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്. അച്ഛാ, ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ, നൊമ്പരങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് മക്കളൊക്കെ ജനിച്ചു, മക്കളെ വളർത്തി വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഒരു ആക്സിഡൻറ്റിൽ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട ഒരു അനുഭവമായിരുന്നു. എന്നാൽ ആരുടെയൊക്കെയോ ഉപദേശവും പ്രാർത്ഥനയുമൊക്കെ ദിവ്യകാരുണ്യത്തോട് അടുക്കുവാനായിട്ട് എന്നെ സഹായിച്ചു. അങ്ങനെ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെന്നിരിക്കും. സക്രാരിയിലെ ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഞാൻ എപ്പോഴും അവിടെ ഇരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കും. മക്കളെ വളർത്തി അവരൊക്കെ ഓരോ ജോലി നേടി, അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവരെല്ലാം ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. പതിവ് പോലെ എല്ലാ ദിവസവും ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞാൻ പതിവ് പോലെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഉറക്കം എനിക്ക് വന്നു. ഞാനിങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണർവ് വന്നു. വല്ലാത്ത ക്ഷീണവും, ശരീരത്തിൽ ഒരു വല്ലാത്ത ക്ഷീണം തോന്നി. ഇനി ഉറങ്ങിപ്പോകുമെന്ന് കരുതി തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നുള്ള ധാരണയോടെ ഞാൻ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. തിരിഞ്ഞ് നടക്കാനായിട്ട് ശ്രമിച്ച ഉടൻ തന്നെ സക്രാരിയിൽ നിന്ന് ഒരു സ്വരം എനിക്ക് കേൾക്കാനിടയായി. എൻ്റെ പേര് വിളിച്ചിട്ട് ഈശോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോളെ, എന്തേ നീ ഇന്ന് നേരത്തെ പോകുന്നു? നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും കാത്തിരിക്കുകയാണല്ലോ. സാധാരണ നീ എല്ലാ ദിവസവും 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കാറുണ്ട്. എന്താ ഇന്ന് നീ നേരത്തെ പോകുന്നത്? ആ സഹോദരി വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. തുടർന്ന് ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, ആ നിമിഷം ഞാൻ തിരിഞ്ഞ് ദിവ്യകാരുണ്യ സക്രാരിയിലേക്ക് എൻ്റെ ചിന്തകളും എൻ്റെ നോട്ടവും അവിടെ എത്തി. കുറേ നേരം എനിക്ക് തന്നെ അറിയില്ല, വല്ലാത്തൊരു സാന്നിധ്യം, യേശുവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാനായിട്ട് വ്യക്തിപരമായിട്ട് ഒത്തിരി ഒരു ആഴമായൊരു ആനന്ദം എൻ്റെ ഉള്ളിൽ നിറയുന്നൊരനുഭവം. പിന്നെ ഞാൻ അവിടെ തിരിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. മണിക്കൂറുകൾ പോയത് എത്രയെന്ന് എനിക്കന്നറിയില്ല. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ ജീവിതാനുഭവം വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യരുടെ സാന്നിധ്യം ആഗ്രഹിച്ച്, മനുഷ്യർ തൻ്റെ അരികിൽ വന്നിരിക്കണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യനെ കാത്തിരിക്കുന്ന ഒരു ദൈവം ദിവ്യകാരുണ്യത്തിൽ ഉണ്ട് എന്നുള്ളൊരു സത്യം. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 15 അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. ഈ ലോകത്തിൽ തിരക്കുകൾ മൂലം ഇന്ന് മനുഷ്യന് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. കാത്തിരിക്കുന്ന ഒരു ദൈവം
ദിവ്യ സക്രാരിയിൽ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് ഇന്ന് വിശ്വാസികൾക്ക് പോലും അത് അനുഭവിക്കാനും അറിയാനും പറ്റാത്ത വിധം ഇന്ന് തിരക്കുകളുടെ ലോകത്തിൽ വിശ്വാസി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിൻ്റെ പിന്നാലെ ഓടിയിട്ടും ഒരു വിജയവും ഒരു സമാധാനവും ഒരു സുരക്ഷിതത്വവും ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. ഒരു വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തിൽ ഈശോയെപ്പോലെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഒരിടത്തും നമുക്ക് കണ്ടെത്താൻ പറ്റുകയില്ല. ഈശോയെപ്പോലെ മറ്റാരും നമ്മെ കാത്തിരിക്കുകയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. സമരിയാക്കാരിയെ കാത്തിരുന്ന സിക്കാർ സ്ഥലത്ത് ആ കിണറ്റിൻ്റെ അരികിൽ സമരിയാക്കാരിയുടെ വരവും കാത്ത് ഈശോ എത്ര നേരം അവിടെ ഇരുന്നിട്ടുണ്ട്. അതേ ഈശോ തന്നെയാണ് ഇന്ന് സക്രാരിയിലെ ദിവ്യകാരുണ്യത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത്. അവൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു വിപ്ലവാത്മകമായ ഒരു പരിവർത്തനവും ഒരു അനുഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഉദ്യതനായ ഈശോ നമ്മൾ കാണുന്നില്ലേ, തിബേരിയസ് കടൽ തീരത്ത് പ്രാതലൊരുക്കി ശിഷ്യന്മാർക്ക് വേണ്ടി കാത്തിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളത് കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 2 ഇപ്രകാരമാണ്: കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ. ഈ യെശയ്യാ പ്രവാചകൻ്റെ ഈ തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം ചിലവഴിച്ച് അവനോടൊപ്പം കാത്തിരിക്കുന്ന ഒരു ദൈവത്തോടൊപ്പം അല്പനേരം സമയം ചിലവഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്തും കഷ്ടകാലത്തും അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഇന്ന് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നഷ്ടധൈര്യനാകാനായിട്ട് കാരണം, നിരാശയ്ക്ക് അടിമപ്പെടാനായിട്ട് കാരണം, കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അനുഭവിക്കുവാനോ ആ ബോധ്യത്തിൽ ജീവിക്കാനോ ഇന്ന് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 4 വചനം പഠിപ്പിക്കുകയാണ്: തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വേറൊരു ദൈവം ഈ ലോകത്തിൽ ഇന്നേ വരെ അങ്ങനെ കേട്ടിട്ടില്ല. വിശുദ്ധ ഇസഡോറിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കാണാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഇസഡോർ കർഷക പണി ചെയ്യുന്ന മനുഷ്യനായിരുന്നു. കാർഷിക വേല ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു വലിയൊരു യജമാനൻ്റെ ആ കൃഷിഭൂമിയിൽ ജോലി ചെയ്യാനായിട്ട് പോകുമായിരുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം ആദ്യം ഓടുന്നത് ദിവ്യ സക്രാരിയുടെ മുമ്പിലാണ്. ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് കുറേ നേരം ഇരുന്ന് ഈശോയോടൊപ്പമായിരുന്ന് പ്രാർത്ഥിക്കും. ഈശോയോട് തൻ്റെ വേദനകൾ, ആകുലതകളെല്ലാം പറയും. ഇസഡോർ അവിടെ ചിലപ്പോൾ മണിക്കൂറുകൾ ഇരുന്ന് പോകും. അങ്ങനെ ചിലപ്പോഴൊക്കെ ജോലി സ്ഥലത്ത് എത്തുന്നത് താമസിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇസഡോറിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇസഡോറിനെ എപ്പോഴും കുറ്റപ്പെടുത്തും, കളിയാക്കും. അതിനേക്കാൾ ഉപരി ഇസഡോറിനെ കുറിച്ച് അവർക്ക് ഇസഡോർ ഇത്രയും ഭക്തി കാണിക്കുന്നത് കൊണ്ട് അവർക്ക് ഇസഡോറിനൊക്കെ ഒരു വെറുപ്പായിരുന്നു. യജമാനൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ഇസഡോറിനെ കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം യജമാനൻ വിചാരിച്ചു, എന്തായാലും ഇസഡോറിനെ ഒന്ന് അന്വേഷിക്കാം. ഈ പറയുന്ന കുറ്റങ്ങളും കുറവുകളും ഇസഡോറിലുണ്ടോ എന്ന് അറിയാമെന്നുള്ള ചിന്തയോടെ ഈ യജമാനൻ ഒരു ദിവസം ഇസഡോർ വരുന്ന വഴിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അന്ന് പതിവ് പോലെ ഇസഡോർ എഴുന്നേറ്റ് ആദ്യം ദിവ്യകാരുണ്യത്തിന് മുമ്പിലെത്തി. അടുത്തുള്ള പള്ളിയിലെ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ചെന്നിരുന്നു. അറിയാതെ ഇസഡോർ അന്ന് ഉറങ്ങിപ്പോയി. അല്പം താമസിച്ചു. പതിവ് പോലെ നേരത്തെ എത്തേണ്ടതിന് പകരം കാരണം കൂടുതൽ താമസിച്ചു പോയി. ഈ താമസിച്ച ഇസഡോർ പെട്ടെന്ന് ഓടി വയലിലേക്ക് ജോലി ചെയ്യാനായിട്ട് ഓടുന്നത് ഈ യജമാനൻ കണ്ടു. യജമാനൻ ഇസഡോറിൻ്റെ പുറകെ പോയി. അവിടെ എത്തുമ്പോൾ യജമാനൻ കണ്ട കാഴ്ച വലിയൊരു അത്ഭുതമായിരുന്നു. ഇസഡോറിൻ മറ്റുള്ളവരൊക്കെ മാറി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസഡോർ ജോലി ചെയ്യുന്നിടത്ത് പെട്ടെന്ന് കൂടുതൽ ജോലി അവിടെ നടക്കുകയാണ്. കാരണം മറ്റുള്ളവരൊക്കെ ഒത്തിരി പേര് നിന്ന് ജോലി ചെയ്തിട്ടും ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലികൾ ഇസഡോർ നിന്ന് ചെയ്യുന്ന സ്ഥലത്ത് പെട്ടെന്ന് പണികൾ നടക്കുകയാണ്. യജമാനൻ, ആ ഉടമസ്ഥൻ ആ ഇസഡോറിനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചപ്പോൾ ഒരു വലിയ കാഴ്ച കണ്ടു. ഇസഡോറിൻ്റെ കൂടെ വേറൊരാൾ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ യജമാനൻ അറിയാത്ത ഒരു മനുഷ്യൻ,
അത് മറ്റാരുമായിരുന്നില്ല, ദൈവം നിയോഗിച്ച കാവൽ മാലാഖയായിരുന്നു. ഇസഡോറിന് ദൈവം നിയോഗിച്ച കാവൽ മാലാഖയായിരുന്നു. പ്രിയമുള്ളവരെ, കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ എത്രമാത്രം സഹായിക്കുന്നു എന്ന് ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ, നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത മേഖലകളിൽ ദൈവം നമുക്ക് വേണ്ടി കാവൽ മാലാഖയിലൂടെ പ്രവർത്തിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിച്ച് പ്രാർത്ഥിച്ചാൽ. വീണ്ടും നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 25 ഇങ്ങനെയാണ്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഓരോ പ്രഭാതത്തിലും ഉണർന്ന് നമ്മൾ എവിടേക്കാണ് ഓടുന്നത്? തിരക്കുകളുടെ, ജോലികളുടെ ഭാരം പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാതെ, അവിടെ നിന്ന് ശക്തി ആർജിച്ച് ദൈവം തരുന്ന ആ കാവൽ മാലാഖയോട് ചേർന്ന് പ്രവർത്തിക്കാതെ നമ്മൾ നമ്മുടെ കഴിവിലും മിടുക്കിലും ആരോഗ്യത്തിലും മാത്രം ആശ്രയിച്ച് ജോലികൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തളർച്ചയും ക്ഷീണവും നിരാശയും പരാജയങ്ങളുടെ നീണ്ട നിരകളും പറയാനേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന ജോലികൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അനേകരുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പറയുന്നുണ്ട്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 6: നിൻ്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. നിൻ്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. കാരണം ദിവ്യകാരുണ്യത്തിലെ ഒരു ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കാത്തിരിക്കാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ കാത്തിരിക്കാനായിട്ട് സാധിക്കണം. ഒരു സഹോദരി പനി പിടിച്ച തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി. ഹോസ്പിറ്റലിൽ ഒത്തിരി, കാരണം പൊള്ളുന്ന പനിയാണ് കുഞ്ഞിന്. ഈ സഹോദരി, പ്രാർത്ഥിക്കുന്ന സഹോദരിയൊക്കെയാണ്. പൊള്ളുന്ന പനി പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, പതിവ് പോലെ കാണുന്ന ഡോക്ടർ അന്ന് നേരത്തെ പോയി. ഡോക്ടർ ഇരിക്കേണ്ട സമയം, ആ സമയത്തിന് മുൻപ് തന്നെ ഡോക്ടറിന് എന്തോ അത്യാവശ്യം വന്ന് ഡോക്ടർ പോയി. സഹോദരിക്ക് വല്ലാത്ത വിഷമമായി. ഇനി ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെയാണ് പോവുക? ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു പെൺകുട്ടി അവിടെ നേഴ്സായിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഈ വിഷമിച്ച് നിൽക്കുന്ന ഈ സഹോദരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ചേച്ചി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചി ഭയപ്പെടണ്ട, വലിയൊരു ഡോക്ടർ അടുത്ത് തന്നെയുണ്ട്. കാരണം ആ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത് ഒരു ദിവ്യകാരുണ്യ ചാപ്പലുണ്ടായിരുന്നു. ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിച്ച് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലെ സാന്നിധ്യവും അത്ഭുതവുമൊക്കെ മനസ്സിലാക്കി അനുഭവിക്കുന്നത് കൊണ്ട് ഈ പെൺകുട്ടി ഈ സഹോദരിയോട് പറഞ്ഞു, ചേച്ചി അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് ചേച്ചി കാര്യം പറഞ്ഞിട്ട് വീട്ടിൽ പോയിക്കോ, ആ ഡോക്ടറിൻ്റെ സാന്നിധ്യം വലിയൊരു അത്ഭുതം തരും. വിശ്വാസിയായ ഈ സഹോദരിക്ക് കാര്യം മനസ്സിലായി. ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് പോകാനായിരുന്നു. പനിച്ച് വിറയ്ക്കുന്ന ആ കുഞ്ഞിനെയുമായി ഈ സഹോദരി നേരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അവിടെ എത്തി. ആ ചാപ്പലിൽ കയറി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കുറേ നേരം അവിടെ ഇരുന്നു. എത്ര മണിക്കൂർ ഇരുന്നുവെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവിടെ ഇരുന്നിട്ട് അവർ കുറേ നേരം കുഞ്ഞിൻ്റെ വിഷമതകളും വേദനകളും ഈ പനിയുമൊക്കെ, എൻ്റെ ഈശോയെ നീ മാറ്റിത്തരണമേ, അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന നൊമ്പരങ്ങൾ വേദനകളൊക്കെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇറക്കി വെച്ചു. കുറേ നേരം കഴിഞ്ഞ് കുഞ്ഞിനുണ്ടായിരുന്ന ചൂട് കുറയാനായിട്ട് തുടങ്ങി. സഹോദരി വിശ്വസിച്ച് ആ കുഞ്ഞുമായിട്ട് വീട്ടിലെത്തിച്ചേരുമ്പോൾ കുഞ്ഞിൻ്റെ പനി വിട്ടുമാറിയിരുന്നു. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിലെ ഈശോയ്ക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ, നൊമ്പരങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ അരികിൽ ഓടിയെത്താതെ നമ്മൾ സഹായത്തിനായി മറ്റു പല ഭാഗങ്ങളിലും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓടിയെത്തുന്ന, നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് കരുതി ഓടിയെത്തുന്ന ഇടങ്ങളിൽ സഹായിക്കാൻ വ്യക്തികളില്ലാതെ പോകുമ്പോൾ നമ്മൾ നിരാശയും നമ്മൾ പരാജയഭീതിയിലും അകപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓടിയാൽ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു ദൈവം, നമ്മെ വിജയത്തിലെത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവം നമ്മളെ വിജയത്തിലെത്തിക്കും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 6: നിൻ്റെ ദൈവത്തിനായി നിരന്തരം കാത്തിരിക്കുക. സങ്കീർത്തനം 27:14 പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രത്യാശയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നാൽ മതി. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ സാന്നിധ്യം ഒരു അഭിഷേകവും അനുഗ്രഹവുമായി നമ്മുടെ പ്രാർത്ഥനാ മേഖലകളിൽ ഒഴുകിയിറങ്ങും. നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടി ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ആ മേഖലകളിൽ ദിവ്യകാരുണ്യത്തിലെ ഈശോ ഇടപെടാനായിട്ട് ആരംഭിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 23 ഇപ്രകാരമാണ്: എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. കാരണം ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് കാത്തിരിക്കണം. ദൈവം ഇടപെടുന്നത് വരെ കർത്താവ് ഇടപെടുവാനായിട്ട് കാത്തിരിക്കണം. അതല്ലാതെ കുറച്ച് സമയം പെട്ടെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഓടി മറ്റു കാര്യങ്ങളിലേക്ക് വേണ്ടി ഓടുന്നതല്ല. കാത്തിരിക്കുവാൻ കഴിയണം ദൈവം ഇടപെടുന്നത് വരെ. സങ്കീർത്തനം 25:3: അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശകനാകാതിരിക്കട്ടെ, വിശ്വാസവഞ്ചകർ അവമാനമേൽക്കട്ടെ. കാരണം കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കുവാൻ ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെടും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. ഇന്ന് നമുക്കെന്താണ് കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരിക്കാനായിട്ടുള്ള മടിക്ക് കാരണം എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പിന്നാലെ ഓടി സമ്പാദ്യവും മറ്റു കാര്യങ്ങളുമൊക്കെ നേടുന്ന വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ അവരെ കണ്ട് അസൂയപ്പെട്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ മടിച്ച് നമ്മളും ഇങ്ങനെ ഓടാനായിട്ട് ശ്രമിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് നിരാശയും ആകുലതയും അസ്വസ്ഥതയും ഉണ്ടാകും. സമാധാനം കിട്ടില്ല. നമ്മൾ നേടുന്നത് സന്തോഷവും സമാധാനവും തരണമെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ഇന്ന് ലോകത്തിൽ തിരക്ക് പിടിച്ച മനുഷ്യന് ശാന്തമായിട്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. അല്പനേരം, ഒരു ദിവസം 24 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ട് കർത്താവ് ആവശ്യപ്പെടുന്ന 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാൻ നമുക്ക് സമയമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, പഠന മേഖലകളിൽ എത്രമാത്രം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എത്രമാത്രം അത്ഭുതങ്ങൾ ഈശോ നമുക്ക് തരുമായിരുന്നു. പക്ഷേ നമുക്കതൊന്നും വേണ്ട. നമ്മൾ അധ്വാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഈശോ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്നോ നമുക്ക് ദൈവം നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖ നമ്മെ സഹായിക്കണമെന്നോ ഉള്ള ചിന്തയൊക്കെ ഇല്ലാതെ നമ്മൾ ഒറ്റ രീതിയിൽ, ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണെന്നുള്ള മനോഭാവത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരാതെ ഓടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നു. സങ്കീർത്തനം 37:9: ദുഷ്ടർ വിച്ഛേദിക്കപ്പെട്ട് കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി അവകാശമാക്കും. കാരണം ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും. ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്താതെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയുടെ അടുത്ത് വന്ന് അല്പനേരം സമയം ചെലവഴിക്കാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നാൽ അവർ വിച്ഛേദിക്കപ്പെട്ടു പോകും. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി അവകാശമാക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും സങ്കീർത്തനം 40-ാം സങ്കീർത്തനം 1-ാം വാക്യം: ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവം അവിടെ കാത്തിരിക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലുണ്ട്. നമ്മൾ കാണുന്നില്ല ഇസ്രായേൽ ജനത്തെ ദൈവം അഗ്നിസ്തംഭത്തിലൂടെയും മേഘസ്തംഭത്തിലൂടെയും വഴി നടത്തുന്നത്. രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഇസ്രായേൽ ജനത്തെ നയിച്ച് അവരുടെ കൂടെയായിരുന്ന ഒരു ദൈവം, അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും മറഞ്ഞിരുന്ന ദൈവം ഇതാ ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്ന് തൻ്റെ ജനത്തെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തൻ്റെ ജനത്തെ നയിക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ അരികിൽ ഓടിയെത്തിയാൽ നമുക്ക് യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 38 വർഷം ബെത്സയിദ കുളക്കരയിൽ സൗഖ്യത്തിനായി കാത്തുകിടന്ന രോഗിയുടെ അരികിലേക്ക് ഈശോ അത്ഭുതമായിട്ട് കടന്നു വരികയാണ്. കാരണം അവിടെ ബെത്സയിദ കുളത്തിൽ അവിടെ മാലാഖ ഇറങ്ങിയ കുളം ഇളക്കുമെന്നും ആ സമയത്ത് രോഗശാന്തി കിട്ടുമെന്നുമുള്ള ചിന്ത ഈ കുളക്കരയിൽ കിടന്ന ഈ രോഗിക്കുണ്ടായിരുന്നു. ബെത്സയിദ കുളക്കരയിൽ കിടന്ന ഈ രോഗിക്ക് ഉണ്ടായിരുന്നു. കാരണം അവൻ ഈ കുളം മാലാഖ ഇളക്കുമ്പോൾ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയാനായിട്ട് സാധിക്കുന്നില്ല. അവൻ്റെ വൈകല്യങ്ങൾ, കുറവുകൾ. അതുകൊണ്ട് അവൻ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവർ ആദ്യം ഇറങ്ങിയിരിക്കും. ആദ്യം ഇറങ്ങുന്നവന് സൗഖ്യം കിട്ടുന്നു. എന്നിട്ടും അവൻ മനസ്സ് തളരാതെ സൗഖ്യം നടക്കുന്ന ഈ കുളക്കരയിൽ തന്നെ അവൻ കാത്തു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ,
ഇതുപോലെയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യവും. നീ എന്ത് തിരക്കുണ്ടായിക്കൊള്ളട്ടെ, നീ അവിടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കൃത്യമായ ഒരു സമയം പാലിച്ച് നീ അവിടെ കൃത്യസമയത്ത് നീ അവിടെ ഇരിക്കാനായിട്ട് തയ്യാറായാൽ കർത്താവ് നിൻ്റെ അരികിൽ ഇറങ്ങി വരും. ദിവ്യകാരുണ്യത്തിലെ ഈശോ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരും, നിന്നോട് സംസാരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സഹോദരിയുടെ ജീവിതത്തിലെ ആ സംഭവം പ്രിയമുള്ളവരെ തിരിച്ചറിയണം. ദൈവം നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ ഈശോയുടെ അടുത്ത് വന്നിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവൻ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നത്. ജീവിതത്തിലെ ഏതവസ്ഥകളിലും നിനക്കായി കാത്തിരിക്കുന്ന ഒരു കർത്താവ് ദിവ്യകാരുണ്യത്തിലുണ്ടെന്നുള്ള ബോധ്യം നീ മറക്കാതിരുന്നാൽ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിലും നിനക്ക് തളരാതിരിക്കാൻ പറ്റും. അവിടെ ആ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നാൽ ആ കയ്പുകൾ മധുരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്ന് നിന്നെ കാത്തിരിക്കുന്ന ഒരു കർത്താവ് നിനക്കായി ഉണ്ടെന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ നമുക്ക് വീഴ്ചകളുണ്ടാകും. മനുഷ്യരൊക്കെ നമ്മളെ കാത്തിരിക്കണമെന്നില്ല. നമ്മളെ സ്നേഹിക്കുന്നവർ പോലും നമ്മൾ വരുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല. എന്നാൽ നീ വരുന്നതുവരെ കാത്തിരിക്കുന്ന ഒരു ദൈവം ദിവ്യകാരുണ്യത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ, അനുദിന ജീവിതത്തിലൊക്കെ സമയം വൈകിക്കഴിഞ്ഞാൽ നമ്മളെ ആരും കാത്തിരിക്കാറില്ല. അവരവരുടേതായിട്ടുള്ള തിരക്കുകളെ പിടിച്ച് ലോകത്തിലേക്ക് ഓടും. അവരവരുടേതായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് ഓടും. പക്ഷേ നീ വരുന്നത് വരെ, ഞാൻ എത്തിച്ചേരുന്നത് വരെ എനിക്കായി കാത്തിരിക്കുന്ന ഒരു ഈശോ ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ആ കാത്തിരിപ്പിനെ നമ്മൾ അവഗണിക്കരുത്. ആ കാത്തിരിപ്പിന് വിലയുള്ളതായി കണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ പ്രഭാതത്തിലും ഓരോ ദിനത്തിലും അവൻ്റെ അരികിൽ ഇരുന്ന് കുറേ നേരം ഇരുന്നാൽ ജീവിതത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ ദർശിക്കാനാകും, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനാകും. അവൻ തരുന്ന സമാധാനവും ശാന്തിയും നമ്മുടെ ജീവിതത്തെ ബലമുള്ളതാക്കി മാറ്റും. ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ മറന്ന് ഈ ലോകത്തിലെ തിരക്കുകളുടെ പിന്നാലെ നമ്മൾ ഓടിയാൽ നമ്മുടെ അധ്വാനവും നമ്മുടെ നേട്ടങ്ങളും അനുഗ്രഹമായി മാറുകയില്ല. അത് നമുക്ക് ഒരു തകർച്ചയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മുടങ്ങാതെ എത്തിച്ചേരുന്നവരാകാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും ദിവ്യകാരുണ്യത്തിൽ കാത്തിരിക്കുന്ന നിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുവാനും, തിരക്കുകളുള്ള ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും അവയെല്ലാം മാറ്റിവെച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ അല്പം സമയം നിന്നോടൊപ്പമായിരുന്ന് ശക്തിയാർജിച്ച് ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ നേരായ പാതയിലൂടെ നയിക്കുവാനും ഞങ്ങൾക്കിടയാകത്തക്ക വിധം കർത്താവെ ഞങ്ങളെ ആകർഷിക്കണമേ. ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ചിന്തകളെയും ആകർഷിച്ച് നിന്നോട് ചേർത്ത് നിർത്തണമേ. ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന കർത്താവെ, നിൻ്റെ സാന്നിധ്യത്തിൽ ആയിരുന്ന് ജീവിക്കുവാൻ, നിന്നെ ആരാധിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന കാത്തിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.